100-200 മൈലോളം നമ്മളെ കാണാനായിട്ട് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് വന്നേക്കുവാണ് എംബായി. അവനെ ബ്രിട്ട്ലിങ്ടണും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. ചെക്കൻ വൈകിട്ടായപ്പോഴത്തേക്കും ഇങ്ങ് എത്തി. വന്ന വൈകിട്ട് രാത്രി പബ്ബിലൊക്കെ പോയി രാവിലെ നല്ല ഫുഡും കൊടുത്ത് ഇറങ്ങുവാണ്. വെള്ളം കുടിച്ചോണ്ടിരിക്കുന്ന ഡൈനോസോറിന്റെ ലുക്കില്ലേ ഇന്നലേക്ക്. ഡ്രിങ്കിങ് ഡൈനോസോർ എന്നറിയപ്പെടുന്ന എപ്പോഴും ഇതുപോലെ ഗ്രേസ് ഹിൽസ് കാണും. നല്ല രസമാണ് കാണാനായിട്ട് മൊത്തത്തില്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ 100-200 കിലോമീറ്റർ വണ്ടി ഓടിച്ചു കാണാമെന്ന്? കുറെ പേര് ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് വന്നാണ്ട് എന്നാ നമുക്കൊന്ന് നടക്കാലോ എന്നും പറഞ്ഞിട്ട് പോയതാണ്. ആണോ? എങ്ങനെയാ നിനക്ക് മനസ്സിലായ? അവരെ നടപ്പിൽ ബസ്സിൽ വന്നാന്ന്. അതിലെല്ലാവരും ബാഗ് ഉണ്ട്, ശ്രദ്ധിച്ചു നോക്കി. ഓ ശരി. എല്ലാവരും ബാഗ് ഉണ്ട്. അവരെല്ലാവരും ഗ്യാങ് കൂടെയാണ്. ഫ്രണ്ടിൽ പോകുന്ന സെറ്റാണ്, പുറകിൽ വരുന്ന സെറ്റാണ്, എല്ലാവരും ഗ്യാങ് കൂടെയാണ്. ശരി ശരി. ഒറ്റ കാര്യത്തിൽ ഇത്രയും ഡീറ്റെയിൽ എങ്ങനെയാ ബൈ കിട്ടിയേ? ബൈ ഈ ചുറ്റുള്ള ഇത്രയും സ്ഥലത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ. പൈസ പോയില്ലേ? ഇവിടുത്തെ പൈസ വേണമെങ്കിൽ നമ്മൾ 1 മണിക്കൂറായില്ലേ? നീ അവിടെ നീ പൈസ കൊടുക്കണേ, ഞാൻ കൊടുത്തോളാം. ഇനി മുതലുള്ള എല്ലാ പൈസയും നീ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമായിട്ടും ബൈ. ഫ്ലാംബ്രോ ലൈറ്റ് ഹൗസ് ആണ് കാണുന്നത്. അതിന് ചുറ്റുമുള്ള സ്ഥലവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് റോട്ടിൽ കാണാൻ. ഇവിടെ നിന്ന് നടന്ന ഒരു 45 മിനിറ്റ് നടന്ന ഒരു ബീച്ച് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പുറത്തുനിന്ന് വന്നൊരു അമ്മച്ചി പറഞ്ഞു. അതനുസരിച്ച് അല്ല, അമ്മച്ചി പറഞ്ഞതനുസരിച്ച് മുമ്പായി നടക്കണേ കാണണേ. നമുക്ക് അറിയുന്ന അവിടെ എത്തിച്ചേരുമെന്ന്. പക്ഷെ കാണാൻ പറക്കത്തോ മുമ്പായുടെ നടപ്പുകൊണ്ടിട്ട് എനിക്ക് തോന്നുന്നു മറ്റേ പോലെ ആവുന്നു. താങ്ക് യു മാൻ. മുമ്പായുടെ നടപ്പുകൊണ്ടിട്ടെ എനിക്ക് തോന്നണേ ജസീക someone help Jessica please. ആ സാധനം പോലെ ആവുന്നു എനിക്ക് തോന്നണേ. ഇപ്പറ കടലും അതുപോലെ ഇപ്പറ വീറ്റുപാടമായി കാണുന്നു. ശേലായിട്ട് നമ്പർ ഉണ്ടാക്കി വെച്ചേക്കണം. ഏതാണ്ട് ഇമ്പയുടെ ലാസ്റ്റ് ഡേ ആണ് കമ്പേ പോണേ. കണ്ടിട്ടൊരു എൻട്രി പോലെ തോന്നുന്നുണ്ട്. എന്താ നോക്കാം. മൈക്രോസോഫ്റ്റിന്റെ പഴയ വാൾപേപ്പർ പോലെ ഇരിക്കണം. കണ്ടിട്ട് മുമ്പായി പിടിയേണ്ട ലക്ഷണമില്ല. മുമ്പായി പിന്മാറുന്നില്ല. വന്ന വഴി മൊത്തം തിരിച്ചെടുക്കാനുള്ളതുകൊണ്ടും വെച്ച കാല് പിന്നോട്ടില്ലാന്ന് മുമ്പായി പറഞ്ഞു. ഞങ്ങള് തോട്ടത്തിൽ കുടിക്കാർക്ക് പിന്തിരിഞ്ഞ് ശീലമില്ല. എല്ലാരും ഓടണ്ടല്ലോ ഇപ്പൊ 15 മൈലൊക്കെ. എടാ അത് റമദാൻ ട്രെൻഡ് അല്ലായിരുന്നു? കഴിഞ്ഞിട്ട് ട്രെൻഡ് വിട്ടിട്ടാന്ന് പറഞ്ഞാൽ അതിന് 7 മൈലൊക്കെ നടക്കണോ? ഇച്ചിരി കൂടി പോയില്ല. ഇനി 20 മിനിറ്റോടെയോ? കണ്ടിട്ട് വീണ്ടും ഒരു എൻട്രി കിട്ടിയ പോലെ തോന്നുന്നുണ്ട്. നോക്കട്ടെ. ഓ എവിടെ ചെന്നാലും മൈക്രോസോഫ്റ്റ് ആലോ. ആ പാലെന്തിനാ പറടാ. എടാ അങ്ങനെയൊന്നും കാശ് കിട്ടില്ല ഭായി. ഇതെന്നാ ഇത്? ഞാൻ കുറെ നാളായി ചെയ്യണമെന്ന് വിചാരിച്ചോണ്ടിരിക്കണം. ചെയ്യാനൊരു മുടി കിട്ടിയപ്പോ ചെയ്തു, ഇത്രേ ഉള്ളൂ. മൂടെ അങ്ങോട്ട് പോകുമ്പോ ചെയ്യൂല. ഏത്
തീരെ മൂടില്ല. ഏത് വഴി പോകണമെന്ന് വെച്ച് നിൽക്കണം. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സ്ഥിരമുള്ള വഴിയുണ്ട്, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാടുണ്ട്. നമുക്ക് കാട്ടിൽ പോകാം. ഒരു കാട്ട് റൈഡ് ആയിക്കോട്ടെ അല്ലേ ബൈ? എങ്ങോട്ടാണോ പോണത്? ചങ്ക ആ കാണുന്ന വെള്ള സാധനം വരെ അവസാനം എത്തി. പക്ഷേ ഇറങ്ങാനുള്ള വൈബൊന്നുമില്ല തോന്നണില്ലേ. തിരിക്കാം. ആ ഷൂ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. പോയിപ്പുള്ള സുഖം തിരിച്ചു വരുമ്പില്ല കേട്ടോ. മുംബൈ പറക്കണ്ട്. എന്ത് കണ്ടിട്ടാണോ? ഉണ്ടാക്കിയ ലൈറ്റ് ഹൗസ്. പിന്നെ അത് 1800 ഈ സാധനം പുതുക്കി പണിതെന്നാണ് പറയുന്നത്. ഇവിടെ എത്ര കണ്ട് വർഷം പഴക്കമുള്ള ഒരു മരമുണ്ട്. പൊതുവെ ആളുകളൊക്കെ ട്രെക്കിങ്ങിന് വരുന്നൊരു സ്ഥലമാണ്. പേര് ഡെയിൽസ് ഡേക്ക് എന്ന് പറയും. ഇമ്പായി ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് ഇപ്പം എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് അലമ്പുണ്ടാക്കി പോയതാണ്. പക്ഷെ വാർത്തായിരുന്നു കാര്യം പറഞ്ഞു. അല്ലേലും എൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണ്. എന്തെങ്കിലും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നൈസായിട്ട് അവസാനിപ്പിക്കുകയുള്ളൂ. ബൈ. പിന്നെ കുറേ നേരം ഹാർബറും ബീച്ചും അതിൻ്റെ വാക്കുവയൊക്കെ ആയിട്ട് അങ്ങ് നടക്കട്ടെ. കഷ്ണങ്ങളൊക്കെ സ്പെഷ്യൽ മന്തി എന്ന് പറയാം. അതാണോ വ്ളോഗേഴ്സ് കാണിക്കുന്നത്? ഉണക്കമുളക് പോലത്തെ വേറൊരു മുളകില്ലേ, കൊണ്ടാട്ടം. എന്തായാലും കുറച്ച് നല്ല സമയത്തിന് നന്ദിയും ബൈ. വീണ്ടും കാണാം.